ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് എല്ലാവരും സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിപ്പോ പറമ്പിലാട്ടോ ഗൈസ് നിൽക്കുന്നത്, വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഓണവുമായി ബന്ധപ്പെട്ടൊരു വിഭവമാണ് നമ്മൾ ഇന്നും ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എന്താ സംഭവം എന്നല്ലേ, അപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്ത് സംഭവം ഉണ്ടാക്കാൻ പോണത്. എന്നാൽ നമുക്ക് പോയാലോ? അതുപോലെ തന്നെ ഗൈസ് വാഴയുടെ ചോടൊക്കെ നമ്മൾ ഇന്നലെ വെട്ടി വൃത്തിയാക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പണിക്കാളുണ്ടായിരുന്നു, അപ്പൊ അവർ ചെയ്താട്ടത്. നമുക്ക് എന്തായാലും ഇനി പോയി സംഭവം പറിക്കാം. അപ്പൊ ഇതാ ഗൈസ് നമ്മൾ അങ്ങനെ അന്വേഷിച്ച് നടന്ന ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല ഗൈസ്, കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ നേരത്തെ ഓണവുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് പറഞ്ഞോ, നമ്മൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഇവനെ തേടി വന്നത്. അപ്പൊ ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓണത്തിന് ഒഴിച്ചിടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് എടുത്ത് പറിച്ചു കിട്ടോ ഗൈസ്. ബാക്കി കുറച്ചിട്ട് നമ്മൾ വീടിനോട് അടുത്ത് തന്നെയാണ്, നമ്മുടെ പറമ്പിന്റെ ഏകദേശം വീടുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ നട്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ കുറച്ച് എടുത്തായിരുന്നു വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുറച്ചുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് തികയില്ല. അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് പറിച്ചെടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് പറിച്ചെടുക്കാം. ഇതിന്റെ ചുവട്ടിൽ നമ്മൾ കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയതാണ്. ഇതാ ഇപ്പൊ വീണ്ടും കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് പറിക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഇഞ്ചി കൂടി പറിച്ചെടുക്കാം. ഗൈസ് നമ്മൾ അങ്ങനെ പറിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ മഴ പെയ്തോടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് ലൂസായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പറിക്കാൻ പറ്റി. നമുക്ക് കുറച്ചുകൂടി പറിക്കാം. നമ്മളിങ്ങനെ പുഴക്കി എടുത്തപ്പോഴേ അതിന്റെ അടിയിലൊക്കെ കുറച്ച് ഇതിന്റെ പൊട്ടി കിടപ്പുണ്ട് കേട്ടോ ഇഞ്ചി. അപ്പൊ നമുക്ക് അതൊക്കെ എടുക്കാം. നല്ല മൂത്ത ഇഞ്ചിയാണേ. നമ്മള് വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് മാത്രമേ ഇവിടെ നട്ടിട്ടുള്ളൂ. അപ്പോൾ അടി കിടക്കണമൊക്കെ നമുക്ക് ഇതിൽ മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയുടെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചത് കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് ഇതാകുമ്പോൾ നമുക്ക് ധാരാളം ഇഞ്ചി ആവും കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഇതിന്റെ ഇഞ്ചി ഇടലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് മണ്ണ് കൂട്ടി കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ കടിയിലേക്ക് ഇറങ്ങി അത്യാവശ്യം ഇഞ്ചി ഉണ്ടായിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ നേരത്തെ പറിച്ച ഇഞ്ചിയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ വേറെ ദിവസം പറിച്ചു വെച്ചത്, അത് നമുക്കൊന്ന് ഇവിടുന്ന് എടുക്കാം. അപ്പൊ ഇതാട്ടോ അതിന്റെ തണ്ട്. അപ്പൊ ഇതില് കുറച്ച് ഇഞ്ചി പൊട്ടിച്ചെടുക്കാണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതുകൂടി ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ ഗൈസ് നമുക്ക് വേണ്ട ഇഞ്ചിയൊക്കെ നമ്മളിതാ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇഞ്ചിയൊക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴുകിയെടുക്കാം. അപ്പൊ ഗൈസ് നല്ല ഉറവല്ല കേട്ടോ, നല്ല തെളിഞ്ഞ ഉറവെള്ളാണ്. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ഉറവുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ ഓസിട്ടിരിക്കുകയാണ്. ആ വെള്ളമാണ് നമ്മൾ നല്ല തെളിഞ്ഞു വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ വെള്ളം കൊണ്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് ഈ വെള്ളം എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എത്ര വേനൽക്കാലം ആയാലും നമുക്ക് വറ്റാറില്ല. നമ്മൾ കുടിക്കാനൊക്കെ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്തത്, അവിടുന്ന് പൈപ്പ് ഇട്ടിട്ട്. അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അത്യാവശ്യം മേലുള്ള മണ്ണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് അടുത്ത വെള്ളം പിടിച്ചിട്ട് ഒന്നുകൂടി നന്നായി കഴുകാം.
ഒരു ബക്കറ്റ് നമ്മൾ കഴുകിയിട്ട് നോക്കി പിന്നെ ചെളി ഉണ്ട് കല്ല് മണ്ണൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് കഴുകാം. അപ്പൊ നമ്മുടെ ഇഞ്ചിയുടെ ചെളിയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാരിയെടുക്കാം. ഇത് അങ്ങനെ നമുക്ക് വേണ്ട ഇഞ്ചിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിയണം. അപ്പൊ എന്തായാലും നമുക്ക് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിയാൻ തുടങ്ങാം. അതാ നമ്മുടെ ഇഞ്ചിയൊക്കെ ചുരണ്ടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ആണ് ചുരണ്ടി ഗൈസ്. കൈയൊക്കെ നല്ല രീതിയിൽ പുകയുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ചുരണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഈ ചുരണ്ടി വെച്ച് ഇഞ്ചി നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. അത് നമുക്ക് എന്തായാലും ഇനി കഴുകിയെടുക്കാം. നമുക്ക് ഇഞ്ചി നന്നായിട്ട് കഴുകിയെടുക്കാം വെള്ളത്തിലിട്ട്. അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ കഴുകിയെടുത്ത് അരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി അരിയുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. കുനുകുനാന്ന് അരിയാം. പനി ആയതുകൊണ്ട് തന്നെ ഗൈസ് പറയുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ അന്ന് നമുക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം രാവിലെയൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്ക് വെച്ച് നല്ലൊരു മഴ പെയ്തേ. ഇപ്പോൾ ചെറിയ രീതിയിൽ കോടയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് കുനുകുനാന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് കുറച്ചൊരു ടേസ്റ്റ് കൂടുന്നത്. നോക്കൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് കുക്കിംഗ് ആണ്. അപ്പൊ കുക്കിങ്ങിന് മുന്നേ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കിയാലോ. അപ്പൊ ഗൈസ് നമുക്ക് ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ ആ ഇഞ്ചിപ്പുളിയുടെ പേര് തന്നെ ഒരു പുളിയില്ല. അപ്പൊ നമുക്ക് പുളി തന്നെ ആദ്യം കാണിക്കതാ. പുളി ഞാൻ വെള്ളത്തിലിട്ട് നേരത്തെ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാൻ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്താൽ മതി. അതുപോലെ ഇതിൽ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ആക്കി വെച്ചതാണ്. പിന്നെ വേണ്ടതാണ് ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് ഉലുവ പൊടിച്ച് വെച്ചതാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഉലുവ. ഉലുവയുടെ ടേസ്റ്റും അതുപോലെ തന്നെ കായും വേണം. നമുക്ക് ഉലുവയുടെയും കായത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അതൊരു ഇച്ചിരി ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഉലുവയും കായും ഇടാറുണ്ട്. ഇത് കായപ്പൊടി നമുക്ക് ഒരു നുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് നമ്മുടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ ഒരു മധുരം ഉണ്ടല്ലോ, മധുരവും എരിവും പുളിയും കൂടിയിട്ടുള്ള. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ബെല്ലം ഗ്രേറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഒരു ഒന്നര അച്ച് ബെല്ലാണ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബാക്കിയാട്ടോ ഇത്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് വെച്ചിരിക്കുവാണ്. പിന്നെ വേണ്ടതാണ് കടുക് തളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ. പച്ചമുളക് ഉണ്ട്, കടുകുണ്ട്, ചെറിയുള്ളി ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് ഞാനിവിടെ ഒരു 1/2 കിലോ ഇഞ്ചി ആട്ടോ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ എത്ര ഇഞ്ചിയാണ് എടുക്കുന്നത് അപ്പൊ അതിന്റെ അളവിന് വേണം നമുക്ക് ഇൻഗ്രീഡിയൻസുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് നമ്മുടെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ പോണത് നമ്മുടെ മൺചട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും വെളിച്ചെണ്ണയാണ്. അപ്പൊ ഞാനും ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചട്ടിയൊക്കെ ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയിൽ എന്തായാലും കുറച്ചൊരു വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ആ സൗണ്ട്.
ഇതാ ഗൈസ് നമ്മളിപ്പോ എല്ലാം ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണേ. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടോ ഇഞ്ചിയുടെ. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പില കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാട്ടോ. നമ്മുടെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. കുറെ നേരമായിട്ട് നമ്മളിപ്പോ ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മള് എല്ലാം കുറെ നേരം ഇളക്കാൻ തുടങ്ങിയത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഒത്തിരി ലെങ്ത് ആയി പോയാലെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ ഗൈസ് നോക്കൂ, നിങ്ങളിപ്പോ നേരത്തെ നമ്മൾ ഇഞ്ചി ഇട്ടപ്പോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് മൂത്ത് അത്യാവശ്യം വന്നപ്പോഴത്തേനും ക്വാണ്ടിറ്റി ഇപ്പതാ ഈ കാണുന്നതാണ്. അപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ടേ. അപ്പൊ നോക്കൂ ഗൈസ്, നന്നായിട്ട് പൊടിയായിട്ട് നമ്മുടെ ഇഞ്ചി നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കണ്ടേ. അത്യാവശ്യം തിക്കായിട്ടുള്ള വെള്ളം കേട്ടോ, നമ്മൾ ഒത്തിരി ലൂസ് ആക്കണ്ട. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഗൈസ് നമ്മുടെ വാവ ഇവിടെ കിടന്ന് കളിക്കുവാണേ. അപ്പൊ അവളുടെ സൗണ്ട് നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും, അപ്പൊ ഒന്ന് ക്ഷമിക്കണേ. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഈ ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ വറുത്ത് പൊടിപ്പിച്ച പൊടി, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയുമാണ്. നമുക്ക് ഗൈസ് നമ്മൾ ഇങ്ങനെ പൊടികളും അതുപോലെ തന്നെ ഓരോന്നിങ്ങനെ ചേർക്കുന്നതോറും ഇഞ്ചിപ്പുളിക്ക് നല്ല മണവും അതുപോലെ തന്നെ കളറും നല്ല വ്യത്യാസം വരുന്നുണ്ടേ. അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പുളിയും കൂടി ഒഴിച്ചതുകൊണ്ട് ഉപ്പ് കറക്റ്റ് നോക്കിയിട്ട് ഇടണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബെല്ലം ഇട്ട് കൊടുക്കാം. ബെല്ലമൊക്കെ ഇപ്പൊ ഇരുന്നിരുന്ന് അത്യാവശ്യം അലുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബെല്ലമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ടാൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇഞ്ചിപ്പുളി നമ്മുടെ ഇവിടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കണം കേട്ടോ, കാരണം നമ്മളിപ്പോ എല്ലാ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം ഒക്കെയാണ്. അപ്പൊ നമുക്കിനി ആവശ്യത്തിനുള്ള നമുക്ക് എത്രയാണോ കുറുകണ്ട ആ ഒരു ലെവലിൽ നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഇത്ര മതി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇതാട്ടോ നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി വെള്ളം അല്ലാന്ന് ഒത്തിരി കുറുകി കിട്ടുമല്ലോ, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമ്മളിപ്പോ ഫ്ലെയിം ഓഫ് ആക്കി. അപ്പൊ നമ്മളിനി കടുക് തളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചട്ടി നന്നായി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ എണ്ണയൊക്കെ നന്നായി ചൂടായപ്പോ നമ്മളതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി നമുക്കിനി ആ ടൈമില് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഗൈസ് നേരത്തെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഞാനിപ്പോ നോക്കിയപ്പോ നമ്മുടെ പുളിയിഞ്ചിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എരിവുണ്ട്. അപ്പൊ ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കണ്ട. അപ്പൊ നമ്മുടെ താളിച്ച് നമ്മുടെ ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ നമുക്ക് അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഓണമൊക്കെ വരാനായി. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും നമ്മുടെ ഇഞ്ചിപ്പുളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇഞ്ചിപ്പുളി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ആട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ കമന്റ് വഴി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.